ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 1 ജനറൽ സയൻസിൻ്റെ മോഡ്യൂൾ 1 കുറിച്ചാണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. 10th ലെവൽ വരെയുള്ള മാത്തമാറ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സെറ്റ് എക്സാമിൽ നിന്ന് വളരെ ബേസിക്കായിട്ട് കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമുലാസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ടോപ്പിക് നമ്പർ 1 എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്. അതായത് പലതരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 1, 2, 3, 4. അതുപോലെ ഹോൾ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 0, 1, 2, 3, 4 ആണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിജേഴ്സ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവും 0യും പോസിറ്റീവും ചേർന്നാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് -3, -2, -1, 0, 1, 2 അങ്ങനെ പോകുന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത റാഷണൽ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നവയാണ് റാഷണൽ നമ്പേഴ്സ്. അതായത് 2/3, 5/8 ഇങ്ങനെ P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അവരാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിളായിട്ട് √2, √3, പൈ ഇതൊക്കെ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സാണ്. പിന്നെ ഒരു കാര്യം ഓർത്ത് വച്ചേക്കുക, നമ്പർ 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. 1 ഒരിക്കലും പ്രൈം നമ്പർ അല്ല. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കുക. 1 ഒരു പ്രൈം നമ്പർ അല്ല. അതുപോലെ 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രൈം നമ്പേഴ്സും ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സും ഉണ്ട്. അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 ഫാക്ടർ മാത്രമേ കാണത്തുള്ളൂ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2, 3, 5, 7, 11 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. എക്സാമ്പിളായിട്ട് 4, 6, 8, 9 ഇതൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ടോപ്പിക് നമ്പർ 3 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. അതായത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 50 സ്റ്റുഡൻസിൽ 40 സ്റ്റുഡൻസ് പാസ്സായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പെർസെൻറ്റേജ് എത്രയാണ്? കണ്ടുപിടിക്കാൻ ഈസിയാണ്. പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100. ആൻസർ എന്താണ്? 80%. 80% ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ഇവിടെ പാസ്സായി. സോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടും. ടോപ്പിക് നമ്പർ 4 എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ആണ്. ഇതിൽ കോസ്റ്റ് പ്രൈസ് CP എന്നും സെല്ലിംഗ് പ്രൈസ് SP എന്നും എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു SP മൈനസ് CP ആണ്. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതുപോലെ ലോസ് എന്ന് പറയുന്നത് CP മൈനസ് SP ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് കിട്ടും. ഓക്കെ, അപ്പം പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് SP മൈനസ് CP, ലോസ് കണ്ടുപിടിക്കാനായിട്ട് CP മൈനസ് SP. ഇനി പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും ലോസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100. അതായത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ലോസ് പെർസെൻറ്റേജ് ആണെങ്കിൽ ലോസ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. രണ്ടിടത്ത് ഇവിടെ CP ആണ് വരുന്നത്. ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും ലോസിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും സിമ്പിൾ കാൽക്കുലേഷൻസ് വരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ 4 ഫോർമുലാസും ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ടോപ്പിക് നമ്പർ 5 സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ P പ്രിൻസിപ്പലും R റേറ്റും T ടൈമും ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡ് ബൈ 100. പ്രിൻസിപ്പൽ ഇൻറ്റു ആ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ
1000 റുപ്പീസിന് 2 വർഷത്തേക്ക് 5% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? അപ്പോൾ എന്ത് ചെയ്യുക? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡ് ബൈ 100 ആണ്. സോ 1000 ഇൻറ്റു 2 ഇൻറ്റു 5 വരും ഡിവൈഡ് ബൈ 100. സോ ദ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 100 രൂപയായിരിക്കും അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ടോപ്പിക് നമ്പർ 6 എന്ന് പറയുന്നത് ആവറേജ് ആണ്. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും. സം ഓഫ് ഒബ്സർവേഷൻസ്, അതായത് എല്ലാം കൂടെ സം ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുക. എക്സാമ്പിളായിട്ട് 10, 20, 30 ഈ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയായിരിക്കും? സോ 10 + 20 + 30 ഈസ് ഈക്വൽ ടു 60 ആണ്. 60 ഡിവൈഡ് ബൈ, ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 3 ആണ്. സോ 60 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? മൊത്തത്തിൽ സം എടുക്കുക, ഡിവൈഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ആവറേജ് കിട്ടും. ടോപ്പിക് നമ്പർ 7 ആൾജിബ്രയാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. a + b the whole square is equal to a square plus 2ab plus b square. a minus b the whole square is equal to a square minus 2ab plus b square. a square minus b square is equal to a plus b into a minus b. ഇങ്ങനെയുള്ള 3 ഫോർമുലാസും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ടോപ്പിക് നമ്പർ 8 ജോമെട്രി ആണ്. ഇതിൽ കുറച്ച് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ട്രയാങ്കിൾ സം എന്ന് പറയുന്നത്, ഓൾ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ 180 ഡിഗ്രി, ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 360 ഡിഗ്രി. സർക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇനി റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ജസ്റ്റ് ആംഗിൾസിൻ്റെ വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ടോപ്പിക് നമ്പർ 9 ദ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മീൻ എന്ന് വെച്ചാൽ ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. മീഡിയൻ എന്ന് വെച്ചാൽ മിഡിൽ വാല്യൂ ആണ്. മോഡ് എന്ന് വെച്ചാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ്. മീൻ ആവറേജ് ആണ്, മീഡിയൻ മിഡിൽ വാല്യൂ ആയിരിക്കും, മോഡ് മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് പോർഷനിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQs ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 വിച്ച് ഇസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ? ആൻസർ 2. 2 is the only even prime number. Question number 2 value of pi. Answer irrational. Pi is an irrational number. Question number 3 formula of simple interest. Answer P into R into T divided by 100. Question number 4 average of 5, 10, 15. Answer 10. That is 5 plus 10 plus 15 divided by 3. So the answer is 10. Question number 5 profit formula. Answer SP minus CP. That is the formula of profit. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകൾ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ 2 is the only even prime number. ഒന്നാമത്തെ കാര്യം. 2 മാത്രമാണ് ആകെയുള്ള ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പിന്നെ 1 is not a prime number. ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല. പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡ് ബൈ 100 ആയിരിക്കും. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ നമ്പേഴ്സ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും. അതുപോലെ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. സർക്കിൾ ആണെങ്കിൽ 360 ഡിഗ്രി. അതുപോലെ a plus b the whole square is equal to a square plus 2ab plus b square. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ കേരള സെറ്റ് എക്സാം പേപ്പർ 1ൻ്റെ യൂണിറ്റ് 1 മോഡ്യൂൾ 1 മാത്തമാറ്റിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഫിസിക്സിൻ്റെ, അതായത് 10th ലെവൽ വരെയുള്ള ഫിസിക്സിൻ്റെ കംപ്ലീറ്റ് റിവിഷൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും MCQs ഒക്കെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
സെറ്റ് എക്സാമിൻ്റെ കൂടുതൽ വീഡിയോസും ക്ലാസ്സസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്